യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് ചാനലിൻ്റെ നെയിം നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? ചാനൽ നെയിം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ നമുക്ക് നല്ലൊരു ക്രിയേറ്റീവായിട്ട് നല്ലൊരു ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു നെയിം ആക്കിയിട്ട് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നീ വിഷയങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാനലിലൂടെ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരാറുള്ളത്. ഈ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ നല്ലൊരു ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൻ്റെ എന്ത് ടൈപ്പ് ഓഫ് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മളെ തന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളുടെ ചാനലിന് നമ്മൾ നെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? പല ആളുകളും നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചാനലുകളുടെ നെയിം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാതെ നമ്മളുടെ തന്നെ ഒരു നെയിം നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക? നെയിം കണ്ടെത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? യൂട്യൂബ് ചാനലിന് നെയിം വെക്കുന്ന സമയത്ത് എല്ലാവരും പൊതുവെ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. എങ്ങനെയാണ് നല്ലൊരു നെയിം വെക്കേണ്ടതെന്ന്. യൂട്യൂബ് ചാനലിന് നെയിം വെക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ ഒരു നെയിം ഫിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ കണ്ടൻറ്റ് എന്ത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ നമ്മൾ ഏതൊരു ലെവലിലേക്കാണ് ബ്രാൻഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ എന്ന വ്യക്തിയെ ആണോ ബ്രാൻഡ് ചെയ്യാൻ പോകുന്നത്, ഇനി അതല്ല നമ്മളുടെ ചാനലിനെ ആണോ ബ്രാൻഡ് ചെയ്യാൻ പോകുന്നത് എന്ന് ഫിക്സ് ചെയ്യുക. നമ്മൾ നോർമലി ഒരു കുക്കറി ചാനലാണെങ്കിൽ ആ ഒരു കുക്കറി ചാനൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ആ വ്യക്തിയെ ബ്രാൻഡ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ തന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അതല്ല ആ ഒരു വ്യക്തിയെ ബ്രാൻഡ് ചെയ്യുന്നതിലപ്പുറം അവിടെ ഒരു സ്ഥാപനത്തിൻ്റെ പേര്, ഇനി അതല്ലെങ്കിൽ വെറൈറ്റി ഒരു നെയിം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു നെയിം ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നെയിം സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പൊതുവിൽ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യം, നിലവിൽ ആ ഒരു നെയിമിൽ വേറെ ചാനലുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നെയിം ഫിക്സ് ചെയ്യുക. അതിന് ശേഷം യൂട്യൂബിൽ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് അവിടെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോർട്ടിൽ ചാനൽസ് സെക്ഷൻ കൊടുക്കുക. ചാനൽസ് സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സോർട്ട് ചെയ്തുകൊണ്ട് കിട്ടും ഈ ഒരു നെയിമിൽ ഏതൊക്കെ ചാനലുകൾ ലഭ്യമാണെന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഒരുപാട് ചാനലുകൾ ഉണ്ടാകും ഒരേ നെയിമിൽ തന്നെ. എൻ്റെ പേരിൽ ഉനൈസ് എന്ന പേരിൽ തന്നെ ഒരുപാട് ചാനലുകൾ നിലവിലുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള പേര്, എൻ്റെ നെയിം ഞാൻ ഉനൈസ് മുഹമ്മദ് എന്നുള്ളത് ഉനൈസ് മുഹമ്മദ് എന്നാണ് കൊടുത്തത്. ഉനൈസ് മുഹമ്മദ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വേറെയും ഒരുപാട് ഉനൈസ് മുഹമ്മദ് ചാനലുകളുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചാനലുകൾ ഉള്ളത്, ആ വേറെ ചാനലുകളിലൊന്നും കൂടുതൽ സബ്സ്ക്രിപ്ഷൻസ് ഇല്ല, വളരെ കുറഞ്ഞ സബ്സ്ക്രിപ്ഷൻസ് ആണ് ഉള്ളത്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും ഇത് തന്നെയാണ്. അതായത് കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത ചാനലുകളിൽ സെലക്ട് ചെയ്യുക. ആ ചാനലുകൾ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മളുടെ നെയിം കൊടുത്താൽ നമുക്ക് URL കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കും. പക്ഷേ പ്രോപ്പറായിട്ട് കണ്ടൻറ്റൊക്കെ ചെയ്യുന്ന നല്ലൊരു ചാനലാണ് കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ആ നെയിം തന്നെ ഫോക്കസ് ചെയ്യാതിരിക്കുക. ആ നെയിം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അങ്ങനെ റീച്ച് കൂടുതൽ കിട്ടില്ല. ചില ആളുകൾക്ക് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്, വേറെ വലിയ യൂട്യൂബേഴ്സ് അവരുടെ സെയിം നെയിം തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഗ്രോത്ത് കിട്ടില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇല്ല എന്നല്ല, അവരുടെ സെർച്ചിലേക്ക് കയറാൻ സാധ്യതയുണ്ടെങ്കിലും എപ്പോഴും ബെസ്റ്റ് നമ്മളാവുക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു ബ്രാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക, നമ്മളുടെ നെയിമിനെ നമ്മൾ ബ്രാൻഡാക്കി മാറ്റുക. എപ്പോഴും പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നോർമൽ വീഡിയോസ് ചെയ്ത് ഗ്രോത്തിലേക്ക് എത്താം. പിന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സ് ത്രൂ പെട്ടെന്ന് തന്നെ ചാനൽ വളർത്തിയെടുക്കാൻ പറ്റും. ഒരു മിനിമം 4 months കൊണ്ടൊക്കെ 1 lakh റീച്ചിലേക്കൊക്കെ ചാനലിനെ വളർത്തിയെടുക്കാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സ് ത്രൂ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. നെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആളുകളുടേത് സെലക്ട് ചെയ്യുമ്പോൾ അഥവാ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ചില ആളുകളെല്ലാം നെയിമുകൾ ട്രേഡ് മാർക്ക് ചെയ്യുന്നുണ്ട്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇഷ്യൂ വരും. നിങ്ങൾ അവരുടെ നെയിം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെറ്റർ വരും, ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഒരുപാട് കണ്ടൻറ്റൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് നല്ല റീച്ചിലെത്തുന്ന സമയത്തായിരിക്കും അഥവാ ആ ഒരു ഇഷ്യൂ വരുന്നതെങ്കിൽ നിങ്ങൾ കുടുങ്ങേണ്ട അവസ്ഥ വരും. അപ്പോൾ ദയവ് ചെയ്തിട്ട് വേറെ ചാനലുകളുടെ നെയിം ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ ഒരു നെയിം കണ്ടെത്തിയിട്ട് ആ ഒരു നെയിമിനെ ബ്രാൻഡ് ചെയ്തെടുക്കുക. എങ്ങനെ ബ്രാൻഡ് ചെയ്യണമെന്നുള്ളതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹെൽപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം. ഇനി
ഇനി അതല്ലെങ്കിൽ നമ്മളുടെ ചാനലിലുള്ള വേറെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പ്രോപ്പർ ഒരു ബ്രാൻഡാക്കി മാറ്റാം എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട വിഷയമല്ല. ഒരു വ്യക്തിയുടെ പേരിൽ ട്രേഡ് മാർക്ക് വരില്ല, പക്ഷേ സ്ഥാപനങ്ങളുടെ പേരിലായിരിക്കും ട്രേഡ് മാർക്ക് വരിക. നമ്മൾ സ്ഥാപനങ്ങളുടെ പേര് എന്ന് പറയുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഇപ്പോൾ കുക്കറി ചാനലുകൾക്കൊക്കെ കിച്ചൺ എന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള പല നെയിമുകളും പലരും കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഉനൈസ് കിച്ചൺ എന്ന് കൊടുക്കുന്ന നേരം അതൊരു സ്ഥാപനത്തിൻ്റെ പേരായി മാറി. കാരണം അവിടെ വ്യക്തിയുടെ നെയിം വേറെയാണ്, കിച്ചൺ എന്നുള്ളത് വേറെയാണ്. അപ്പോൾ രണ്ടും കൂടി യോജിക്കുന്ന നേരം അത് വേറൊരു നെയിമായി വന്നു. വ്യക്തിയുടെ പേരാകുമ്പം വ്യക്തി സിംഗിൾ ആയിട്ടുള്ള നെയിമായിരിക്കണം. അതായത് സിംഗിൾ മീൻസ് ഉനൈസ് എന്ന് മാത്രം എന്നല്ല. ഉനൈസ് മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വ്യക്തിയുടെ പേരാണ്. പക്ഷേ ഉനൈസ് കിച്ചൺ എന്ന് പറയുന്ന നേരം അതൊരു സ്ഥാപനത്തിൻ്റെ പേരിലേക്ക് മാറിക്കഴിഞ്ഞു. അങ്ങനത്തെ വിഷയങ്ങളും ശ്രദ്ധിക്കുക. ട്രേഡ് മാർക്കിൽ വ്യക്തികളുടെ പേരിൽ നമുക്ക് എത്രയും ചെയ്യാം. കാരണം ഒരുപാട് വ്യക്തികൾ ഒരേ പേരിലുള്ളത് തന്നെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. പക്ഷേ സ്ഥാപനങ്ങളുടെ പേരിലാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇഷ്യൂ ഉള്ളത്. എനിവേ എപ്പോഴും ബെസ്റ്റ് വേറെ ചാനലുകളുടെ പേര് ഫോക്കസ് ചെയ്യാതെ നമ്മളുടേതായ ഒരു ചാനൽ നെയിം ക്രിയേറ്റ് ചെയ്തെടുക്കുക. ചാനൽ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ടൻറ്റ് പോലെയുള്ള, നമ്മളുടെ കണ്ടൻറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു നമ്മളുടെ കണ്ടൻറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു നെയിം ഫൈനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും തന്നെ ഒരു ചാനലിനെ ഫോക്കസ് ചെയ്ത് ടെക് ട്രാവലീറ്റ് എന്ന് കൊടുക്കാതിരിക്കുക. ഇപ്പോൾ സുജിത് ഭക്തൻ്റെ ടെക് ട്രാവലീറ്റ് എന്നൊരു ചാനൽ ഉള്ളത് കൊണ്ട് പല ആളുകളും അവരുടെ പേരും ടെക് ട്രാവലീറ്റ് എന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്നതിലൊന്നും കൂടുതൽ ബെനിഫിറ്റ് ഇല്ല. ബെനിഫിറ്റ് തീരെ ഇല്ല എന്നല്ല പറയുന്നത്, ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ എപ്പോഴും നമ്മളുടെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ നമ്മളുടെ ആണെങ്കിൽ ഫോക്കസ് ചെയ്തോട്ടെ. നമ്മളുടെ ഒരു ബ്രാൻഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് നമ്മൾ കാര്യങ്ങൾ നീക്കി പോവുക എന്നുള്ളതാണ് എപ്പോഴും ബെസ്റ്റ്. ഓക്കെ, എനിവേ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ വൈകിട്ട് 5 മണിക്ക് വീണ്ടും കാണാം. താങ്ക്